അനുമോൾ, നിങ്ങക്ക് നാണം ഉണ്ടോ? എന്തൊക്കെ കാണിക്കുന്ന ഇത് ഷോ അല്ലേ? ഞങ്ങൾക്കൊരു റെപ്യൂട്ടേഷൻ ഇല്ലേ? ജിഷിൻ, നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത്? അങ്ങനെ ലാലേട്ടൻ ഫയറായേ. ഇവിടെ രണസുന ഫയർ ആയിട്ടുള്ളത്. രണസുനെ എടുത്ത് ദൂരെ കളയാൻ പോവാണ്. പുലിക്കളി കളിച്ച് വെടിവെക്കുന്ന ആളെ പുറത്താക്കും എന്നുള്ളതാണ് ലാലേട്ടൻ പറഞ്ഞുള്ളത്. അനുമോളെയും ജിസേലിനെയും ആര്യനെയും ഷൈത്യയെയും എല്ലാവരും നിർത്തി അങ്ങ് പൊരിച്ചിട്ടുണ്ട്. നൂറ ആദിലെ പോലും പൊരിച്ച് അടക്കി കൈ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴാണ് ലാലേട്ട നിങ്ങൾ ഒരു കറക്റ്റ് ഹോസ്റ്റ് ആയത് എന്നുള്ളത്, നല്ലൊരു ആങ്കർ ആയത് എന്നുള്ളതാണ്. എന്തൊക്കെ കൊള്ളരുതായ്മകൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു, മിണ്ടിയിട്ടില്ല. നിങ്ങൾക്കെതിരെ ശക്തമായിട്ട് ആര്യൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ഇതൊക്കെ കണ്ടും കേട്ടും ലാലേട്ടൻ മിണ്ടിയില്ല. പക്ഷെ ഇപ്പൊ മിണ്ടാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ഇത് വലിയ ചർച്ചയായി എന്നറിയാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അനുമോള് ഏഷ്യാനെറ്റിന്റെ ദത്തുപുത്രിയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്റെ പൊന്നു ലാലേട്ടൻ വന്ന് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടോ. കണ്ണുകൊണ്ട് നോക്കണ്ട, എന്റെ അടുത്ത് നോക്കി സംസാരിക്കണം. ശരി അനുമോൾ, ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമോൾ എങ്ങനെയാണ് കാണുന്നത്? അതെങ്ങനെ അറിയില്ലെന്ന് പറയുന്നത്? തോന്നിയ പറഞ്ഞിട്ട് പൊന്നെ, നമ്മൾ ആരും കാണാത്ത ഒരു കാര്യം അനുമോൾ എങ്ങനെ കണ്ടു എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ക്യാമറ കണ്ണിൽ പുലർച്ചെ 2:30ക്കും 3 മണിക്കൊക്കെ എന്ത് ഉണ്ടയാണ് എന്നുള്ളത് ലാലേട്ട നിങ്ങൾ തന്നെ ഒന്ന് പറയണേ. ഇത് പ്രൊമോ ആണ്. യഥാർത്ഥ വീഡിയോന്റെ ഉള്ളിൽ കൃത്യമായിട്ട് അത് പറയും. പ്രൊമോയിൽ കുറെ സാധനങ്ങൾ കൊണ്ട് ഇടും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ അനുമോള് തോന്നിവാസം കാണിച്ചു എന്നാ പറയുന്നത്. തോന്നിവാസം കണ്ടു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷെ പിന്നെയും ശൈത്യം ഒക്കെ അവിടെ ഇവിടെ ഒക്കെ കിടന്ന് തിരിഞ്ഞു പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ടല്ലോ. അത് രണ ഫാത്തിമൊക്കെ അതൊന്നും ലാലേട്ടൻ കണ്ടിട്ടില്ല. ഓക്കെ, കൊള്ളാം. ഒരു സൈഡ് മാത്രമാണല്ലോ ലാലേട്ട ഇത്. ഞാൻ ഇത്രയും ദിവസം ബിഗ് ബോസിന് വേണ്ടിയിട്ട് പണിയെടുത്തതാണ് എന്നാണ് ആ പൊന്നു കുട്ടി പറയുന്നത്, ആ അനുമോള് കുഞ്ഞാപ്പു. എന്നിട്ടും ലാലേട്ട നിങ്ങൾ ഇത് പറയാൻ പാടില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും ഒന്ന് നന്നാക്കിയാൽ കൊള്ളാം. ഈ മണവണാഞ്ചന്മാരൊക്കെ ഒന്ന് ദൂരെ കളഞ്ഞിട്ട് നല്ല കുറെ കോണ്ടസ്റ്റന്റിനെ കൊണ്ടുപോവാ. എന്നതിന്റെ ശേഷം ലാലേട്ടൻ പറയുന്നതിന്റെ ഒരു അർത്ഥം ഉണ്ടെന്ന് വെക്കാം. കുറെ എണ്ണത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഗുണമില്ല. അതപ്പോ ഫൈൽഡ് കാർഡ് എൻട്രിയിൽ ഒരു ഫുഡ് ബ്ലോഗർ വന്നിട്ടുണ്ട്. അവനൊക്കെ എവിടെയാന്ന് അവന് പോലും അറിയില്ല. പിന്നെ ഇടക്കിടക്ക് പുറത്ത് പോകണം, വീട്ടിൽ പോകണം, കുട്ടികളെ കാണണം എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്ന സാധനം. അതിനൊക്കെ ദൂരക്കളാ. പിന്നെ നിരന്തരം തന്തക്ക് വിളിക്കുന്നവേ, തീട്ടത്തിനെ കുറിച്ച് വർത്താനം പറയുന്നവേ, അങ്ങനെ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അനുമോള് ഊളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോളെയും പുറത്താക്കണം. എന്നിട്ട് അവസാനം ഒരാൾ അതിലുള്ളിൽ ഉണ്ടാവില്ല. അനീഷേട്ടൻ ചിലപ്പോ ഉണ്ടാവും. ബാക്കിയൊക്കെ ദൂരെ കളയി. അതല്ലേ അതിന്റേതായ ഒരു ന്യായന്റെ ലാലേട്ട. എന്നാലും ദത്തുപുത്രി എങ്ങനെയൊക്കെ പറയോ ലാലേട്ട? റേറ്റിംഗ് കിട്ടാൻ വേണ്ടിട്ട് എനിക്ക് ഇത്രയും പേയ്മെന്റ് കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു നന്ദിയുള്ള പണി എടുക്കണമെന്ന് മനസ്സിലായി. പണി ഞാൻ കൊടുക്കുന്നുണ്ട്. നല്ല ലാലേട്ട, വീട്ടിൽ പോയിട്ട് എല്ലാ കുട്ടീനെ എടുത്തോളൂ നിങ്ങൾ എല്ലാരും കൂടെ. റേറ്റിംഗ് കിട്ടാൻ എന്ത് കൂതറത്തരം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവസാനം ഈ ഒരു കാര്യം പറഞ്ഞപ്പോ. പക്ഷെ അനുമോൾ ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടും ആരും തള്ളി കളയുന്നില്ല കേട്ടോ. ഇപ്പൊ എല്ലാവരും അനുമോൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെന്നുള്ള രീതിയിൽ അനുമോളുടെ കൂടെ കൂടി. അതേപോലെ തന്നെ രണ ഫാത്തിമയും പിന്നെ ഒരു മൂലയിൽ കിടന്ന് പറയാ ആര്യനും ഗിസയിലും തമ്മിൽ എന്തോ ഇല്ലേ, എന്തോ ഉണ്ടല്ലോ. എല്ലാത്തൊരു ചതിയായി പോയി എന്റെ ലാലേട്ട. ഇങ്ങനെ ഒരു ആക്ടിന്റെ കൂടെ നിൽക്കാൻ എന്താ കാര്യം? ഡെമോൺസ്ട്രേറ്റ് ഒന്നും ചെയ്യണ്ടായിരുന്നു. നിങ്ങളല്ലേ എന്തൊരു നാണം കെട്ട ഒരു ആക്ടാണ്. വൗ, ബ്യൂട്ടിഫുൾ. അങ്ങനെ ആദില നൂറയ്ക്കും കിട്ടി. അതേപോലെ തന്നെ പുറത്തുനിന്ന് വന്നവർക്കും കിട്ടി. 5 ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട്. ഒക്കെ കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങള്. അതാണ് ലാലേട്ട, ഇതൊക്കെ തുടക്കത്തിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഇപ്പൊ ഇത്രയും ആയതിനു ശേഷമാണോ ഇതൊക്കെ പറയുന്നത്? എന്തായാലും ബിഗ് ബ്ലൂസിന് നല്ല കണ്ടന്റ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. നല്ല അടിപൊളി കണ്ടന്റ് തന്നെ ആയിരുന്നു. അതായത് നിങ്ങൾ പറയുന്ന എല്ലാ തമാശകള് മറ്റൊരു പറയുന്ന തമാശ എന്താണ്? നിങ്ങൾ പറയുന്നതൊക്കെ തമാശ, മറ്റുള്ള ആള് പറയുന്ന തമാശ അല്ലല്ലേ എന്നുള്ളത്. ചിലപ്പോ ഇത് ആ ഭാഗത്തു നിന്നുള്ള കട്ടിങ്ങിന്റെ മറുപടി ആവില്ല കേട്ടോ. എന്തോ ആവട്ടെ, ശൈത്യയോട് പറഞ്ഞിട്ടുണ്ട് അത്രേ എന്നെ ലവ് ട്രാക്ക് ആണ് എന്നുള്ളത്. അത് കൃത്യമായി നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു ചെറിയ ഒരു ഭാഗം, ഒരു കമന്റ് ഞാൻ വായിച്ചു തരാം. കറക്റ്റ് പോയിന്റ് അയാൾ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യം ഞാനും ഓർക്കുന്നുണ്ട്. ഇവിടുത്തെ ആണുങ്ങളിൽ ആര്യനെ ഇഷ്ടമാണ്, പക്ഷെ പ്രേമിക്കാനോ ബോയ് ഫ്രണ്ട് ആയിട്ടോ കാണാൻ പോയിട്ടില്ല. അനുമോൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു പറഞ്ഞു ശൈത്യയോട്. ആണോ ശൈത്യ അല്ലേ? തമാശക്ക് പറയുന്നില്ല. അതായത് നിങ്ങൾ പറയുന്ന എല്ലാം തമാശകള് മറ്റൊരു പറയുന്ന തമാശ എന്താണ്? ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ ഇറങ്ങിപ്പോ. എന്റെ പൊന്നിലാലേട്ട, ആകെ ഒരാള് മാത്രമേ എന്നും പുറത്ത് പോകണമെന്ന് പറഞ്ഞ് കരയണത്. അത് നമ്മളെ രണസുനെയാണെന്ന് ലാലേട്ടൻ അറിയാമല്ലോ. പിന്നെ എന്തിനാണ് ഒരു മുഖവുരക്കൊക്കെ നിൽക്കുന്നത്? അങ്ങോട്ട് ദൂരെ കളഞ്ഞൂടെ? അന്നും ലാലേട്ടൻ പറഞ്ഞ വാക്ക് കേൾക്കാം. ഇതുപോലെ വേറൊരാളുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോണെന്നാണ്. രേണു എവിടെയുണ്ട്? എന്താ പോണോ? അല്ലല്ല, ഞാൻ ഇപ്പൊ തുറന്നു തരാം. ഇപ്പൊ തുറന്നു തരാന്ന് പറഞ്ഞ പോലെ ലാലേട്ട രണ്ടാമത് പറഞ്ഞത് കേട്ടോ.
ഇപ്പോൾ എന്നെ മാതിരി കൂടെ പുറത്ത് വിടും, എന്റെ വീട്ടിൽ വിടുവോ, എനിക്ക് വീട്ടിൽ പോകണം. ഈ പ്രൊമോ കഴിഞ്ഞിട്ട് ലാലേട്ട ഈ എപ്പിസോഡിൽ ആയവരെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഉള്ള വില മൊത്തം പോകും. കാരണം അവര് നിരന്തരം കിടന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോകണം. എന്നിട്ട് അന്ന് പുറത്ത് മറുപടി വേണ്ട. ഇടയ്ക്കിടയ്ക്ക് പോണം എന്ന് പറയുന്നോണ്ട് ചോദിക്കാം. വളരെ ആഗ്രഹിച്ച് പറഞ്ഞാൽ നമ്മൾ ഒന്ന് പറഞ്ഞാൽ മതി, അപ്പ വിടാം. കണ്ടില്ലേ, ഒന്ന് ആഗ്രഹിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ എടുത്ത് ദൂരെ കളയാൻ ആവശ്യമില്ലാതെ കുറെ എണ്ണത്തിന് വെച്ചോണ്ടിരുന്നിട്ട് എന്തിനാ. എന്തായാലും അനുമോളുടെ വിഷയം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. ചോദ്യം ചെയ്യപ്പെടട്ടെ, കൃത്യം എവിഡൻസ് ഈ ബിഗ് ബോസ് തന്നെ കാണിക്കട്ടെ. രാത്രി 2 മണിക്കും 3 മണിക്കും പ്രേക്ഷകർ കണ്ടത് എന്താണെന്നും കൂടി ലാലേട്ടൻ പറയണേ. അതേപോലെ ശൈത്യ കാളിച്ചിട്ടുണ്ട് പിന്നീട്. അതേപോലെ ബിന്നിയും റന ഫാത്തിമ ഒക്കെ ഇപ്പൊ കൃത്യമായി പറയുന്ന ആര്യനും ഗിസലും തമ്മിൽ അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്നൊക്കെ. ഏതെങ്കിലും ഒന്നിനടുത്ത് ദൂരെ കളഞ്ഞാൽ ഈ പ്രശ്നം തീരും. പിന്നെ എന്തിനാണ് ആവശ്യമില്ലാതെ ലാലേട്ടനെ പോലും ചൊറിഞ്ഞ് ഇവനെയൊക്കെ പിടിച്ചു നിർത്തുന്നത്? ഈ പ്രൊമോ കണ്ട എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെ ആരൊക്കെ പുറത്തു പോയതെന്നൊക്കെ എന്തായാലും ഇപ്പൊ കാണാൻ പറ്റും, അറിയാൻ പറ്റില്ല. ഒരു 1/2 മണിക്കൂറിനുള്ളിൽ അറിയാൻ പറ്റും. പരമാവധി ഷെയർ ചെയ്യുക, കൂടെ കൂടുന്നവർക്ക് കൂടെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.